നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻവേർട്ടറിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ UPS കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഇൻവേർട്ടറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിലെന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന് നോക്കാം. ഡിഫൈൻ ഇൻവേർട്ടർ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ എക്സ്പ്ലെയിൻ യൂസിങ് ബ്ലോക്ക് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ബ്രീഫായിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഇൻവേർട്ടർ എന്താണെന്നുള്ളതാണ് ആദ്യം. ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് which converts a DC potential voltage normally derived from a lead acid battery into a stepped up AC potential which is similar to the domestic AC voltage. ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. എന്താണ് DC-യെ അല്ലേ, നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന DC-യെ നമ്മളെന്താണ്, അത് 12 വോൾട്ട് ആയിരിക്കും. അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് AC പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനത്തെ ഡൊമസ്റ്റിക് AC വോൾട്ടേജ്, നമ്മൾ വീട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്ന AC വോൾട്ടേജിന് സിമിലറായ AC വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ഇൻവെർട്ടർ. അല്ല, ഇൻവെർട്ടർ UPS തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ചെറിയ ഗാഡ്ഗറ്റിനാണെങ്കിൽ അല്ല, നമ്മൾ സ്മോൾ ഗാഡ്ഗറ്റ് എന്ന കമ്പ്യൂട്ടർ ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണെങ്കിൽ UPS ആണ് ഉപയോഗിക്കുക. ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സപ്ലൈ സിസ്റ്റത്തിന് മൊത്തം കൊടുക്കുന്നതാണ് ഇൻവെർട്ടർ. അതിനെന്താണ്, അത് DC-യെ AC ആക്കുന്നതാണ് ഇൻവെർട്ടർ. അപ്പോൾ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ AC സപ്ലൈ 250 വോൾട്ട് AC സപ്ലൈ കൊടുത്താൽ നമ്മൾ എന്താണ്, ഇവിടെ ഒരു സ്വിച്ചിങ് സർക്യൂട്ട് ഉണ്ട്. ഈ സ്വിച്ചിങ് സർക്യൂട്ടാണ് ഇത്, ഇൻപുട്ട് സർക്യൂട്ടാണ്. ഇതിൽ നിന്നാണ് എല്ലാ ഭാഗത്തേക്കും ഇതിലുള്ള ബാക്കിയുള്ള ഓരോ ബ്ലോക്കിലേക്കും നമ്മൾ സപ്ലൈ പോകുന്നതും അതിൻ്റെ കൺട്രോളും സ്വിച്ചിങ് സർക്യൂട്ടിൽ നിന്നാണ്. ഇവിടെ നമുക്ക് നോക്കാം. ഈ സ്വിച്ചിങ് സർക്യൂട്ടിൽ നിന്ന് ബാറ്ററി ചാർജർ വഴി ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്വിച്ചിങ് സർക്യൂട്ടിലൂടെ നമുക്ക് സപ്ലൈ ഉള്ള സമയത്ത് എന്ത് ചെയ്യും, ഈ ലോഡിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, ഈ സപ്ലൈ പോണ സമയത്ത് ഈ ബാറ്ററി ചാർജ് ചെയ്ത ബാറ്ററി ഇങ്ങോട്ടെടുത്ത് ഈ ഓസിലേറ്റർ വഴി, ഓസിലേറ്റർ DC AC ആക്കാനുള്ളതാണ്. അതുവഴി എന്താണ്, നമ്മൾ പവർ ആംപ്ലിഫൈ കൂട്ടി ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ വഴി ലോഡിലേക്ക് കൊടുക്കും. അപ്പോൾ ഇത് ഓരോന്നും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യം തന്നെ സ്വിച്ചിങ് സർക്യൂട്ടാണ്. ഇതാണ് സ്വിച്ചിങ് സർക്യൂട്ട്. ആ സ്വിച്ചിങ് സർക്യൂട്ട് എന്താണ്, ഇറ്റ് ഈസ് ദ ഇൻപുട്ട് സ്റ്റേജ് ഓഫ് ഇൻവെർട്ടർ. ഇൻവെർട്ടറിൻ്റെ ഇൻപുട്ട് സ്റ്റേജാണ് ഈ സ്വിച്ചിങ് സർക്യൂട്ട്. അതിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് നോക്കാം. ഈ സർക്യൂട്ട് സപ്ലൈങ് ദി പവർ ടു ഫർദർ സ്റ്റേജസ് ആൻഡ് കണക്റ്റഡ് ടു ബാറ്ററി. ഈ സ്വിച്ചിങ് സർക്യൂട്ടിൽ നിന്നും ഇൻപുട്ട് സ്റ്റേജായ സ്വിച്ചിങ് സർക്യൂട്ടിൽ നിന്നും ബാറ്ററിയിലേക്ക് ബാറ്ററി ചാർജർ വഴി ബാറ്ററിയിലേക്ക് കണക്ഷൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റേജിലേക്കും കണക്ട് ചെയ്തത്, പവർ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ സ്വിച്ചിങ് സർക്യൂട്ടിൽ നിന്നാണ്. The DC supply of battery in this supply to the switching circuit for various need. ഇതിൻ്റെ ആവശ്യമുള്ള ഈ DC സപ്ലൈ ഒക്കെ നമ്മൾ ഈ ബാറ്ററിയിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ രണ്ടാമത്തത് ഓസിലേറ്റർ. ഇവിടെ നോക്കുക, ഈ ഓസിലേറ്റർ നമുക്ക് ഇലക്ട്രോണിക്സിൽ പഠിക്കാനുള്ളതുമാണ്. അപ്പോൾ ഈ ഓസിലേറ്റർ ഉപയോഗിക്കുന്നത് DC-യെ AC ആക്കാൻ എന്ന് ഒറ്റ വാചകത്തിൽ പറയാം. എന്നാൽ ഓസിലേഷൻ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട്. ഇതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടിലാണ് വിച്ച് ജനറേറ്റ്സ് ദ ഓസിലേറ്റിംഗ് പൾസ്. ഓസിലേറ്റിംഗ് പൾസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതർ ത്രൂ ആൻ IC സർക്യൂട്ട്, ഒരു IC സർക്യൂട്ട് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററൈസ്ഡ് സർക്യൂട്ട് ഉപയോഗിച്ചിട്ടോ ഒരു ഓസിലേറ്റിംഗ് പൾസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓസിലേറ്ററിൻ്റെ ഫങ്ഷൻ. ഇത് സാധാരണ നമ്മൾ DC-യെ AC ആക്കാമെന്ന് പറയാറുണ്ട്. ദിസ് ഓസിലേഷൻ ആർ ദി പ്രൊഡക്ഷൻ ഓഫ് ആൾട്ടർനേറ്റ് പൾസ്. എന്താ പറഞ്ഞത്, ആൾട്ടർനേറ്റ് പൾസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വോൾട്ടേജ് പീക്ക് ഓഫ് ബാറ്ററിയിൽ നിന്നുള്ള നെഗറ്റീവ് വോൾട്ടേജും അതുപോലെ പോസിറ്റീവ് പീക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓസിലേഷൻ ഉണ്ടാക്കുക, ആൾട്ടർനേറ്റ് പൾസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ. അത് ആൻഡ് അറ്റ് എ സ്പെസിഫൈഡ് ഫ്രീക്വൻസി. നമുക്കെന്താണ്, നമ്പർ ഓഫ് പോസിറ്റീവ് പീക്സ്, നമ്പർ ഓഫ് നെഗറ്റീവ് പീക്സും. അത് എന്താണ്, നമുക്ക് 50 ഹെർട്സ് വേണമെങ്കിൽ 50 ഹെർട്സ്, ഇനി കിലോ ഹെർട്സ് വേണമെങ്കിൽ കിലോ ഹെർട്സ്, ഏത് റേഞ്ചിലുള്ളത് വേണമെങ്കിലും നമുക്ക് ആൾട്ടർനേറ്റ് പൾസ് ഉണ്ടാക്കാനും വേണ്ടിയുള്ളതാണ് ഓസിലേറ്റർ. ഇത് സാധാരണയിൽ ഈ ഓസിലേറ്റർ എന്താണ്, ഇൻ ദി ഫോം ഓഫ് സ്ക്വയർ വേവിലാണ് ഉണ്ടാവുക. അങ്ങനത്തെ ഇൻവെർട്ടറിന് സ്ക്വയർ വേവ് പ്രൊഡ്യൂസ് ചെയ്യണേ ദ ഇൻവെർട്ടർ ആർ കാൾഡ് സ്ക്വയർ വേവ് ഇൻവെർട്ടേഴ്സ് എന്നായിരിക്കും
അതിന് നമ്മൾ പേര് പറയുക. സ്ക്വയർ വേവ് ഇൻവെർട്ടർ എന്നാണ് നമ്മളതിന് പേര് പറയുക. ഇനി ഈ ഓസിലേറ്റർ സെക്ഷൻ പ്രൊഡ്യൂസ് ദ കൺട്രോൾ സിഗ്നൽ. ഇവിടെ ബാക്കിയുള്ളതും കൂടി ഇവിടെ പറയുകയാണ്. ഈ ഓസിലേറ്റർ ഉണ്ടാക്കുന്ന ഈ ആൾട്ടർനേറ്റിംഗ് പൾസ് അതിൻ്റെ ഫ്രീക്വൻസി എത്രയെന്നുള്ളത് ഈ ഫ്രീക്വൻസി ഡ്രൈവർ തീരുമാനിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ഫസ്റ്റ് സ്റ്റേജ് ആംപ്ലിഫയർ അത് ആംപ്ലിഫൈങ് ചെയ്യാനും വേണ്ടി ഡ്രൈവർ ആംപ്ലിഫയറും, അത് കഴിഞ്ഞ് എന്താണ് നമ്മുടെ 50 ഹെർട്സിലേക്ക് മാറ്റാൻ നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഹെർട്സിലേക്ക് മാറ്റാൻ പവർ ആംപ്ലിഫയറും ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ നമുക്ക് വേണ്ട പവർ ആംപ്ലിഫയറും നമുക്ക് വേണ്ട ഇതിലേക്ക് മാറ്റാൻ നമ്മൾ ഫ്രീക്വൻസി ഡ്രൈവറും ഇത് ഉപയോഗിച്ചിട്ട് മാറ്റും. എന്നിട്ട് എന്താണ് നമ്മൾ ദ റിസീവിങ് ഓസിലേറ്റിംഗ് ഫ്രീക്വൻസീസ് ആംപ്ലിഫൈഡ് ടു എ ഹൈ കറണ്ട് ലെവലിലേക്ക് മാറ്റാനും വേണ്ടി യൂസിങ് പവർ ട്രാൻസ്ഫർ ഓർ മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പിന്നെ ഫ്രീക്വൻസി ഹൈ ലെവലിൽ നമ്മളെ ഫ്രീക്വൻസി ആംപ്ലിഫൈഡ് ടു എ ഹൈ കറണ്ട് ലെവലിലേക്ക് മാറ്റും. ഇനി ഇത് നോക്കുക, ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ. ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ which is used to step up the low level AC from the amplified stage into the specified level. അപ്പോൾ ഈ ഇവിടെ നിന്നാണ് ഓസിലേറ്ററിൽ നിന്നാണ് ലോ ലെവൽ AC ആയിരിക്കും. അതിനെ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെയാണ്. എവിടെ നിന്നാണ് യൂസ്ഡ് ടു സ്റ്റെപ്പ് അപ്പ് ദ ലോ ലെവൽ AC ഫ്രം ദി ആംപ്ലിഫൈഡ് സ്റ്റേജ്. ഈ ആംപ്ലിഫയർ സ്റ്റേജിൽ നിന്ന് വരുന്ന നമ്മൾ ലോ ലെവൽ ACനെ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട ലെവലിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ. എന്ന് പറഞ്ഞാൽ AC നമ്മുടെ കൊടുക്കണ എന്താണ് ഇൻപുട്ട് AC വോൾട്ടേജിനല്ല സ്റ്റെപ്പ് അപ്പ് ചെയ്യണത്. എന്താണ് ഈ പിന്നെ ആംപ്ലിഫയർ സ്റ്റേജിൽ നിന്ന് വരുന്ന AC ലോ ലെവൽ ACനെയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക, ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. ഈ ട്രാൻസ്ഫോമർ സെക്കൻഡറി എന്തായിരിക്കും നമുക്ക് വേണ്ടത്, 250 വോൾട്ടാണ്, 250 വോൾട്ട് ലെവലിലേക്ക് ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ മാറ്റും. അപ്പോൾ ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിൽ പിന്നെ ഇൻപുട്ട് AC അല്ല സ്റ്റെപ്പ് അപ്പ് ചെയ്യണത് എന്നുള്ളത് ഓർക്കുക. പവർ ആംപ്ലിഫയർ സ്റ്റേജിൽ നിന്നും വരുന്ന ലോ ലെവൽ ACയെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും വേണ്ടി ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. എന്നിട്ട് പിന്നെ ലോഡിലേക്ക് കൊടുക്കും. ഇതാണ് ഇൻവെർട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ ഇതിനെ വിശദീകരിച്ചത്. ഇൻവെർട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ക്വയർ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈഡ് സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഇൻവെർട്ടർ ഉണ്ട്. അതുപോലെ തന്നെ പൾസ്ഡ് സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് വേവ് ഓർ സൈൻ വേവ് ഡിപ്പെൻഡിങ് ഓൺ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സർക്യൂട്ട് അനുസരിച്ചുള്ള സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻവെർട്ടർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ഈ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നുള്ള നമ്മൾ ക്വസ്റ്റ്യനിലുണ്ട്. ഈ PWM അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ UPS പറഞ്ഞു, ഈ ക്ലാസ്സിൽ ഇൻവെർട്ടറും പറഞ്ഞു. അതിനുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഇവിടെ UPS ആണ്, ഇത് ഇൻവെർട്ടറാണ്. ഡെഫിനിഷൻ എന്താണ് UPSന്? UPS മീൻസ് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ, അങ്ങനെ തടസ്സമില്ലാത്ത പവർ സപ്ലൈ എന്നുള്ളതാണ്. എന്നാൽ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് DC ഇലക്ട്രിക്കൽ ടു AC ഇൻവെർട്ടർ. DCനെ AC ആക്കുക എന്നുള്ളതാണ് ഇൻവെർട്ടറിൻ്റെ ഫംഗ്ഷൻ. ഇനി അതിൻ്റെ ഫംഗ്ഷനുകൾ, UPSൻ്റെ ഫംഗ്ഷൻ എന്താ നോക്കുക. ഇൻസ്റ്റൻ്റ്ലി ബാക്കപ്പ് പവർ സപ്ലൈ ഫോർ എ ഗാഡ്ഗെറ്റ്. നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ഗാഡ്ഗെറ്റിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് പവർ സപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. ദി ഗാഡ്ഗെറ്റ് വർക്ക്സ് കണ്ടിന്യൂസ് ടു വർക്ക് ഓൺ സ്മൂത്ത്ലി ആൻഡ് ദർ നോ ഡാമേജ് ഒന്നും വരാതെ ആ ഗാഡ്ഗെറ്റ് ഈസി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് UPSൻ്റെ ഫംഗ്ഷൻ. ഈ ഇൻവെർട്ടറിൻ്റെ ഫംഗ്ഷനോ, വെൻ പവർ സപ്ലൈ ഗോസ് ഓഫ്, പവർ സപ്ലൈ ഓഫ് ആയാൽ ദ DC പവർ ഈസ് കൺവേർട്ടഡ്. നമ്മൾ പിന്നെ ബാറ്ററിയിൽ ചാർജ് ചെയ്ത് വെച്ച DC പവറിനെ കൺവേർട്ട് ചെയ്ത് ബാക്ക് ടു AC ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ റെസ്പെക്റ്റീവ് ഇലക്ട്രോണിക് ഗാഡ്ഗെറ്റ്. നമുക്ക് വേണ്ട എന്താണ് സപ്ലൈ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇനി ഇതിൻ്റെ ബാക്കപ്പ് ടൈം നോക്കുക. UPSൻ്റെ ബാക്ക് ടൈം വളരെ ചെറിയ ഷോർട്ട് ടൈം ഡ്യൂറേഷൻ ആയിരിക്കും, 10 to 20 മിനിറ്റ് ഒക്കെ ആയിരിക്കും എൻ്റെ പിന്നെ ബാക്കപ്പ് ടൈം. അതെന്തിനും വേണ്ടിയാണ്? ദാറ്റ് യു ക്യാൻ സേവ് ദി പ്രോഗ്രാം ആൻഡ് ഡാറ്റയൊക്കെ കമ്പ്യൂട്ടറിലെ ഡാറ്റ പ്രോഗ്രാമൊക്കെ സേവ് ചെയ്യാനും വേണ്ടിയാണ്. എന്നാൽ ഇൻവെർട്ടറിനാണ് ലോങ് ഡ്യൂറേഷൻ അതിൻ്റെ ബാക്കപ്പ് ടൈം കുറേ സമയം ഉണ്ടാവും. ഞാൻ സ്വിച്ച് ഓവർ ടൈം എന്താണ് 3 to 8 മില്ലി സെക്കൻഡ് കൊണ്ട് UPS 3 to 8 മില്ലി സെക്കൻഡാണ് സ്വിച്ച് ഓവർ ടൈം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ടൈം. ഇനി ഇൻവെർട്ടർ ആണെങ്കിൽ 500 മില്ലി സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. UPS ആകുമ്പോൾ 3 to 8 മില്ലി സെക്കൻഡിനുള്ളിൽ എന്ത് ചെയ്യും, പിന്നെ
മെയിൻ സപ്ലൈയിൽ നിന്നും എന്തിലേക്ക് ഇൻവെർട്ടറിലേക്ക് മാറും യു പി എസ് 3 to 8 മില്ലി സെക്കൻഡ് മാറും. എന്നാൽ ഇൻവെർട്ടറിൽ 500 മില്ലി സെക്കൻഡ് വരെ എടുക്കും. അപ്പോൾ ഇൻവെർട്ടർ ഉപയോഗിച്ചൊരു നമ്മൾ കമ്പ്യൂട്ടറൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ഡാറ്റ ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ യു പി എസ് ഉപയോഗിക്കണം. ഇനി വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. വൈൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇൻപുട്ട് സപ്ലൈ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ ദ യു പി എസ്. യു പി എസ് എന്ത് ചെയ്യും? വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പവർ അതിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് യു പി എസിലുണ്ട്. എന്നാൽ ഇൻവെർട്ടർ ഡസ് നോട്ട് ഗീവ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. വോൾട്ടേജ് മാറുന്നതിന് എന്തില്ല, പ്രൊട്ടക്ഷനൊന്നും ഇൻവെർട്ടറിലില്ല. ഇനി പ്രൈസ് എക്സ്പെൻസീവ് ദാൻ ഇൻവെർട്ടറിനേക്കാൾ യു പി എസിന് വില കൂടുതലാണ്. എന്നാൽ ഇൻവെർട്ടറിനാണെങ്കിലോ യു പി എസിനേക്കാൾ വില കുറവാണ്. അപ്പോൾ ഇൻവെർട്ടറിനേക്കാൾ യു പി എസിന് വില കൂടുതലാണുള്ള കാരണം എന്താണ്? ഇത് ഇത്രയും സ്വിച്ച് ഓവർ ടൈം വളരെ കുറവാണ്. ഇനി ബാറ്ററി യൂസർ സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിയാണ് യു പി എസിൽ ഉപയോഗിക്കുക. അതും വില കൂടാൻ കാരണമാണ്. എന്നാൽ ഇൻവെർട്ടറിൽ യൂസർ ഫ്ലാറ്റ് പ്ലേറ്റ് ഓർ ട്യൂബുലാർ ബാറ്ററിയാണ് ഉപയോഗിക്കുക. ഇനി യു പി എസിൻ്റെ അപ്ലിക്കേഷൻ നോക്കുക. ആർ യൂസ്ഡ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ് സച്ച് കമ്പ്യൂട്ടർ, സെർവർ, നെറ്റ്വർക്ക് സ്വിച്ചസ്, വർക്ക് സ്റ്റേഷൻ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്, അങ്ങനെ പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ് വിച്ച് പെർഫോം ക്രിട്ടിക്കൽ ടാസ്ക് ആൻഡ് കനോട്ട് ടോളറേറ്റ് ഡിലേ ഇൻ പവർ സപ്ലൈ മാറാതെ ക്രിട്ടിക്കലായിട്ട് വർക്ക് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും കമ്പ്യൂട്ടർ, സെർവർ, നെറ്റ്വർക്ക് സ്വിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യു പി എസിൽ. ഇൻവെർട്ടർ ആണെങ്കിലോ ഇൻവെർട്ടർ ആർ പ്രിഫേർഡ് മോർ ഫോർ ജനറൽ ഇലക്ട്രിക്കൽ അപ്ലയൻസിന് വേണ്ടിയാണ് വിച്ച് വർക്കിംഗ് ഡസ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്റ്റൻഡ് ഡിലേ ഇൻ പവർ സപ്ലൈ. അപ്പോൾ നമുക്ക് ജനറൽ ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതാണ് ഇൻവെർട്ടർ. അപ്പോൾ യു പി എസിൻ്റെ ഇൻവെർട്ടറിൻ്റെയും കമ്പാരിസൺ നമ്മൾ നോക്കി. അപ്പോൾ യു പി എസ് ഇൻവെർട്ടറും എന്താണ് വ്യത്യാസം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്വിച്ചിങ് ഓവർ ടൈം മനസ്സിലാക്കുക, അതേപോലെ അതിൻ്റെ ഫങ്ഷനും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇൻവെർട്ടറിനെ കുറിച്ചും അതുപോലെ ബ്ലോക്ക് ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ ഇൻവെർട്ടറിനെ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ പിന്നെ കമ്പാരിസൺ യു പി എസിൻ്റെയും ഇൻവെർട്ടറിൻ്റെയും കമ്പാരിസണും നടത്തി. അപ്പോൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി.